ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ മന്തി റൈസ് ആണ്. ഇപ്പോൾ എല്ലായിടത്തും കുഴിമന്തി എന്ന പേരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈസ് ഐറ്റമാണിത്. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ബീഫും മട്ടണും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിക്കൻ കുഴിമന്തി തയ്യാറാക്കുന്നതെന്ന്. കുഴിമന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബസ്മതി റൈസ് ആണ്. ബസ്മതിയിൽ തന്നെ ഗോൾഡൻ സെല്ലയും വൈറ്റ് സെല്ലയും ഉണ്ട്. അതിൽ വൈറ്റ് സെല്ലയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടെ വെളുത്ത കളറിലുള്ള അരിയായിരിക്കും. ഗോൾഡൻ സെല്ലയാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറിലുള്ള അരിയായിരിക്കും. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഈ അരി ഞാനൊരു ഗ്ലാസ്സിന് അളന്നെടുത്തപ്പോൾ ഇത് 2.25 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അരി ആദ്യം ഗ്ലാസ്സിനൊന്ന് അളന്നെടുക്കുക. എന്നാൽ നമുക്ക് ഇതിലേക്കുള്ള വെള്ളം അളന്നെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി ഇതിലല്പം വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാനായിട്ട് വെക്കാം. അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ മന്തി റൈസ് തയ്യാറാക്കുന്നത്. റൈസ് കുതിർത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോഗ്രാമിൻ്റെ ചിക്കൻ 4 പീസാക്കിയതിൽ 2 പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ചിക്കൻ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കടയിൽ നിന്നും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ചേർത്ത മന്തി മസാലയിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മൊത്തം 10 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെന്താൽ നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ തന്നെ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇതൊരു പുഴുങ്ങിയ ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് വേവിച്ചെടുക്കാതെ നേരിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ചിക്കൻ 2 ഭാഗം കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി ചിക്കൻ വേവിച്ച വെള്ളം കളയരുത് കേട്ടോ. ഇതിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു പാക്കിൽ 2 ക്യൂബ് ഉണ്ടാവും. അതിൽ1 ക്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് പകരം ഇതൊരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫുഡ് കളറാണ്. ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മാഗി ക്യൂബ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചിക്കനിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഫുഡ് കളറിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയാണ്, ഒരു നിർബന്ധമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഈ ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള പിക്ചർ കണ്ടാലേ നിങ്ങൾ വീഡിയോ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഫോട്ടോക്ക് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. ഒരു നിർബന്ധമില്ല. ഇനി നമുക്ക് ഈ ചിക്കന് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള റൈസാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റാണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ബട്ടർ, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം.
പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ഗ്രാമ്പു, 4 ഏലക്ക, ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ബേ ലീഫ്, 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ വേണ്ടത് മന്തി മസാലയാണ്. മന്തി മസാല 1/2 ടീസ്പൂണാണ് റൈസിലേക്ക് ചേർക്കുന്നത്. മൊത്തം നമ്മൾ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ 3/4 ടീസ്പൂൺ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ബ്ലാക്ക് ലെമൺ വേണം, 1/2 ടീസ്പൂൺ മല്ലി അതായത് പച്ചമല്ലി വേണം, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വേണം, ഒരു തക്കാളി, 3 പച്ചമുളക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മന്തി റൈസ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം അളന്ന് മാറ്റി വെക്കാം. അതിനുള്ള വെള്ളം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ച ചിക്കൻ സ്റ്റോക്കും പിന്നെ തക്കാളി അരച്ചതും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത്. കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ സാധാരണ റൈസ് വേവിക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ്. കാരണം നമ്മൾ ഈ റൈസ് ഒന്നുകൂടെ ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 3/4 ഭാഗം വെന്താൽ മതി ഈ സമയത്ത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്കും തക്കാളി അരച്ചതും ചേർത്തിട്ട് 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചൂടായ പ്രഷർ കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം, പട്ട ചേർക്കാം, ഗ്രാമ്പു ചേർക്കാം, കുരുമുളക്, പച്ചമല്ലി, ജീരകം, ബേ ലീഫ് ഇവയൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കീറൊന്നും ചെയ്യാതെ അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. കാരണം മന്തി റൈസ് അത്ര എരിവുള്ള റൈസൊന്നുമല്ല. നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് കിട്ടാൻ വേണം, എന്നാൽ എരിവുണ്ടാവാനും പാടില്ല. അതുകൊണ്ടാണ് പച്ചമുളക് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് ഊറ്റിയെടുത്ത അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിളക്കിയിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്, ലോ ഫ്ലെയിമിലൊന്നും അല്ല. ഇപ്പോൾ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ആവി പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
സോസ് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയുള്ള ഒരു പാത്രത്തിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് തന്നെയാണ് നമ്മളിത് റൈസ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈസും കൂടെ ഇടാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ടു ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിൽ നിന്നും എണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി റൈസ് നന്നായിട്ട് ഓയിലായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മൊത്തം റൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കുഴിയുള്ളൊരു പാത്രം ഇറക്കി വെക്കാം. ഇതിലേക്ക് ഒരു ചാർക്കോളിൻ്റെ പീസ് നന്നായിട്ടൊന്ന് കത്തിച്ച് കനലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് പുക വരുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ റൈസിന് നല്ലൊരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് വെരി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല അടിപൊളി കുഴിമന്തിയുടെ മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് വിളമ്പിയാലോ? അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ചിക്കൻ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലെങ്തി ആയി പോകുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിനി പുറത്തൊന്നും പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിലും ഹെൽത്തി ആയിട്ടും കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.